ഫ്രണ്ട്സ്, ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണെങ്കിൽ ഹായ്, ഐ എം ഷാഹില. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വരാറുണ്ടോ? ടൈനി ബംസ്. ഇത് എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കിത് മാറിയത് എന്നുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് നെറ്റിയിലുണ്ടായിരുന്നു, നല്ല വണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് പിമ്പിൾസ് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. എനിക്ക് ടൈനി ബംസ് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അത് മാറിയത് എങ്ങനെയാണ്? ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ടോട്ടലി മൊത്തമായിട്ടും എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ തലയാണ കവർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ശ്രമിക്കുക. ഒരു ദിവസം 2 ദിവസം അതിന് കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് നമ്മളെ തലയണി കവറിന് പെട്ടെന്ന് നമുക്കത് വരും. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് തലയണി കവറായിരുന്നു. അത് ഞാനും ഇതുപോലെ എനിക്കുണ്ടായ സമയത്ത് ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നോക്കിയിട്ടും എനിക്ക് ഒത്തിരി റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ തലയണി കവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ നോക്കുക. നമ്മൾ അതിൽ തല വെച്ച് കിടക്കുമ്പോൾ അതിൽ നമ്മളെ തലയിലത്തെ എണ്ണയൊക്കെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ആ എണ്ണ നമ്മുടെ ഫേസിലേക്ക് ആവുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ തലയിൽ താരനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടൈനി ബംസ് വന്നിട്ടുണ്ടാവും. അതൊരു കാരണമാണ്. അതായത് തലയിൽ താരൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈനി ബംസ് വരും. തലയിൽ താരൻ ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് തലയിൽ താരനില്ല. ഞാൻ എണ്ണ തേക്കുന്ന സമയത്തായിരുന്നു, എണ്ണ നന്നായിട്ട് ഞാൻ തേക്കുകയായിരുന്നു കുറച്ച് മുന്നേ വരെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ടൈനി ബംസ് ഉണ്ടായത്. പിന്നത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. സ്കിൻ കെയർ ചെയ്യാത്തവരാണെങ്കിൽ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫേസിന് ടൈനി ബംസ് എന്നല്ല, നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. സ്കിൻ കെയർ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇല്ലെങ്കിലും ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ഇത് രണ്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ലവണ്ണം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റത്ത് മൊത്തം എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ടൈനി ബംസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.